ചിക്കുസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെർച്ച് ചിക്കുസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് സത്യം പറയാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കാരണം ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ ഒരാഴ്ച 2 ആഴ്ച ഇനി സപ്താഹമാണ്. സപ്താഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അമ്പലത്തിൽ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മുടെ ജംഗ്ഷൻ ടൗൺ ഏരിയ കാരണം ഇപ്പം നിൽക്കുന്ന ടൗൺ ഏരിയയാണ്. അപ്പോൾ ഇപ്പം നിൽക്കുന്ന ടൗൺ ഏരിയ കാരണം മൊത്തം ജംഗ്ഷനിൽ തന്നെ സ്പീക്കർ വെച്ചിട്ട് അമ്പലത്തിൻ്റെ കയ്യിൽ ഇവിടെയും കേൾക്കണം പോലെ മൊത്തം ടൗൺ മൊത്തം കേൾക്കണം സ്പീക്കർ വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഡിസ്റ്റർബൻസ് വരുമല്ലോ. അപ്പം ഇന്ന് ചെറിയ കണ്ടന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വീഡിയോ തന്നെ എടുക്കാമെന്ന് വെച്ചു. കാരണം നിങ്ങളെ എന്നും വീഡിയോ ഇടാന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും കാണാൻ താല്പര്യമുള്ളതാണ്. ഒരു ഹോം ടൂറാണ് നമ്മൾ ചെയ്യുന്നത്. ഹോം ടൂർ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് തുടങ്ങണം. അപ്പോൾ കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, അമ്പലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ. അവിടെ ഞാൻ പറയുന്നത് ജംഗ്ഷൻ ഏരിയ കാരണം. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുവിധം നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോം ടൂർ വീഡിയോ ആണ്. അപ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പുതിയ വീടൊന്നല്ല കേട്ടോ, ഒരു 90-100 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊക്കെ പെയിന്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് മൊത്തം അടിച്ചിട്ട് ചെറുതായിട്ട് ഇപ്പം നമുക്ക് കാണാം, ഈ വശമൊക്കെ ചെറുതായിട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഈ ഹാളന്നെ പെയിന്റ് അടിച്ചിട്ടുള്ള ഒരു വിധം. പിന്നെ ബാക്കി ചുമരൊക്കെ നല്ല അത്യാവശ്യം ഇത്തിരി പഴക്കമുള്ള ചുമരാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഇങ്ങനെ ഹോളും കാര്യങ്ങളൊക്കെ കാണിക്കില്ല. പിന്നെ മുകളിലും കുറച്ച് കാണിച്ചു തരാം. ബാക്ക് വശം ബാൽക്കണി അല്ലേ, ബാൽക്കണി മുകളിൽ കാണിച്ചു തരാം. പിന്നെ വർക്ക് ഏരിയയുടെ വശം കിച്ചണൊക്കെ കാണിച്ചു തരാം. പിന്നെ റൂമുകളൊന്നും കാണിച്ചില്ല, കാരണം 100 വർഷം പഴക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ. ഒരുവിധം വീടുകൾ ചുമരൊക്കെ ഇതാവും. അപ്പം ഒരുവിധം കാണിച്ചു തരാൻ കവർ ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഇന്നത്തെ ഹോം ടൂർ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഒരുവിധം സൗണ്ടൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ അമ്പലത്തിൻ്റെ പരിപാടി അങ്ങനെയെന്നുള്ളത് മാക്സിമം കവർ ചെയ്ത് ശ്രമിക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം. നമ്മളെ ഗേറ്റ് വന്നു. നമ്മളിവിടെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ചെടി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. തുളസി, പിന്നെ കറിവേപ്പില, കറിക്കാശ് കുറച്ചൊക്കെ വളരുന്നുണ്ട്. തൈ വെച്ച് പിടിപ്പിച്ചേക്കണ്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഒരു 2 വർഷമൊക്കെ ആയിട്ട് മണി പ്ലാന്റ് വളർത്താൻ തുടങ്ങിയിട്ട് അത്യാവശ്യം വളരുന്നുണ്ട്. മുകളിലൊക്കെ ഉണ്ടായിരുന്നത് കരിഞ്ഞ് വെയിലിന് വന്നിട്ട് കരിഞ്ഞ് ഒക്കെ പോയി. അപ്പോൾ ഇവിടെയും ഇടയിലൊരു കറിവേപ്പില പിടിച്ച് വെച്ചിട്ടുണ്ടെന്നു, അത് കരിഞ്ഞു പോയി. മണി പ്ലാന്റ് അത്യാവശ്യം വളരുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ മണി പ്ലാന്റ് ഒക്കെ. നമ്മൾ കർട്ടൻ്റെ ഈ ഇടയിൽ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ ചേർത്ത് മണ്ണിലാണ്, ഇത് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് മണി പ്ലാന്റ് കേട്ടോ. ഇവിടെയും വെച്ചിട്ടുണ്ട് നമ്മൾ. ഇതും കുപ്പിയിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ വളരുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും 100 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. ചുമരൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഷീറ്റ് മേഞ്ഞ വീടാണ്. 100 വർഷം പഴക്കമുള്ളത്. അവരും പുതിയത് വെക്കണം, ഇപ്പം ആയിട്ടില്ല. അപ്പോൾ ചുമരൊക്കെ ഉണ്ടാറിയാം. നമുക്കപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറാം. അപ്പോൾ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് അറിയാൻ ചെറുതായിട്ട് മൈക്കിൻ്റെ. അപ്പോൾ എന്തെങ്കിലും ക്ഷമിക്കുക, നിങ്ങൾ ഒരുവിധം നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ഗ്രില്ലാണ് കേട്ടോ. ഒരുവിധം വീട്ടിലൊക്കെ ഗ്രില്ലാണ് വെക്കുക. അത് പഴയ വീടായ പ്രത്യേകിച്ച് പഴയ വീട്ടിലൊക്കെ ഗ്രില്ലാണ്. അപ്പം നമുക്ക് ഗ്രില്ല് തുറക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇവിടെ തന്നെ ഉമ്മർത്ത് തന്നെ ഒരു കട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കിട്ടിയ നമ്മൾ വാങ്ങിച്ച കട്ടിലാണ് കേട്ടോ. ഒരു കടയിൽ നിന്ന് ഇവിടുത്തെ ഫർണിച്ചർ ഷോപ്പിൽ ഇവിടെ വന്നപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് തന്നെ 10-12 വർഷമായി. പക്ഷെ നമ്മളിപ്പോഴാണ് അതിവിടെ മൂലയ്ക്ക് വെച്ചേക്കിരുന്നു. ഇപ്പോൾ ഇട്ടിട്ട് ഇപ്പോൾ 1 വർഷമായിട്ട് വെച്ചിട്ട് നമ്മളിവിടെ പത്രവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരിക്കാനിവിടെ ഉമ്മർത്ത് വന്ന് ഇരിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ ഇതൊരു വിധം എല്ലാവർക്കും അറിയായിരിക്കും, ഗ്രില്ലാണ് കേട്ടോ. നമ്മളെ ചിക്കനും അൽഫാമും ഷവായും ഗ്രിൽഡ് ചിക്കനൊക്കെ വെക്കണ ഗ്രില്ലാണ് കേട്ടോ. നമ്മൾ മേളിൽ വെക്കാൻ വെച്ചത്. പക്ഷെ നമ്മൾ അന്ന് ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി നമ്മളിവിടെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയ വീട് പറയേണ്ട ആവശ്യമില്ലല്ലോ. വീടിൻ്റെ ഫ്രണ്ട് വെച്ചതിൻ്റെ എവിടുന്നോ അന്ന് കിട്ടിയതാണ് കേട്ടോ. സ്വർണത്തിൻ്റെ എന്തോ ഇത്. ഇവിടെ ദൈവത്തിൻ്റെ ഒക്കെ വെച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ ക്ലോക്ക്. ഇത് ഞങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയില്ല. കളഞ്ഞ ഒരു ഭംഗി കിട്ടിയതാണ്. എവിടെ നിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഒരു ഉത്സവത്തിന് പോയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇത് ഇല്ലനീറയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഇല്ലനീറ. പറയില്ല, നമ്മളെ ചോറ് അരിക്ക് വെക്കില്ലേ പറ, അതാണ് കേട്ടോ. അപ്പം നമുക്ക് വാതിൽ തുറക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ ചുമരൊക്കെ ചെറുതായിട്ട് പുതിയ പ്രശ്നമുണ്ട്. പക്ഷേ
നമ്മൾ പെയിന്റ് ചെറുതായിട്ട് അടിച്ചത് ഞങ്ങൾ വൃത്തികെട്ട വീടായിരുന്നു ചുമരൊക്കെ. ഞാൻ പറയുന്നത് 100 വർഷം പഴക്കമുള്ള വീടൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരു വിധ ഊഹം വെക്കല്ലോ. പഴയ വീടാണ്. അപ്പോൾ ദിവാങ്കോട്ട് ഇതൊക്കെ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. വീട് അത്യാവശ്യം പഴക്കമുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ ഐറ്റംസ് ഒക്കെ കുറച്ച് പുതിയത് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. മുമ്പ് പഴയ സോഫയിൽ നിന്ന് മാറ്റി ഇവിടെ നമ്മൾ കലണ്ടറൊക്കെ തൂക്കിയിട്ടതാണ് കേട്ടോ. കലണ്ടർ തൂക്കിയിട്ട് കാര്യങ്ങളൊക്കെ കലണ്ടർ കാര്യങ്ങളൊക്കെ തൂക്കിയിടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോരുമ്പോൾ ഒരു കോണിപ്പടി ഉണ്ട്. അത് മുകളിലേക്കുള്ള കോണിപ്പടിയാണ് കേട്ടോ, ടെറസിൻ്റെ മുകളിലേക്കുള്ളത്. ഇവിടെ നമ്മൾ വിളക്കും ഇവിടെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ, മണി പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇവിടെ വിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ വൈകുന്നേരം ദീപം കത്തിക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഒരു ക്ലോക്ക്. ഇവിടെ ശരിക്കും 4-5 ക്ലോക്കാണ്. 3 ക്ലോക്ക് 2 ക്ലോക്ക് വരക്കില്ല, ബാക്കിയൊക്കെ വരയ്ക്കും. ഇവിടെ ഉണ്ട് ദൈവത്തിന്റെ പടങ്ങൾ മൊത്തം. ഇവിടെ ഇല്ല ഇന്നത്തെ കാണിച്ച അരിയുടെ പറയുടെ ഇരിക്കുന്നുണ്ട്. ഇത് വിഗ്രഹം എന്ന് പറയുന്നത് കൂടി ഇതാണല്ലോ, കൃഷ്ണന്റെ വിഗ്രഹം. ഇത് കുറേ വർഷമായിട്ടോ, ഒരു 10-50 വർഷമായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ പൊടിയൊക്കെ ഒരു മാസത്തിന് ശേഷം തുടച്ച് വെക്കും. അപ്പൊ നമ്മളെ ഇവിടെ ദീപം കത്തിക്കുക. ഇവിടെ വിഗ്രഹങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് ദൈവത്തിന്റെ ഫോട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, മാറ്റിയതാണത്. ഇവിടെ പശുവിന്റെ വിഗ്രഹം പോലെ. ഇത് നമ്മള് കാശി പോയപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ. എനിക്ക് എവിടെ നിന്നറിയില്ല, കാശി എന്നല്ല, എവിടെ നിന്നോ തീർത്ഥം വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് കുറച്ച് ദൈവത്തിന്റെ പുസ്തകങ്ങള്, ഇതില് ഭസ്മം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം. അപ്പൊ നമുക്ക് ഹോളിലേക്ക് പോട്ടോ. ഇതാണ് കേട്ടോ ഹോള്. നിങ്ങൾക്ക് വീടുകളാണ് പുതിയത് പോലെ തോന്നുന്നു. ശരിക്കും അതെ 100 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു ചുമര് ഈ ഭാഗത്താണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. ചുമരൊക്കെ ഇപ്പം അടുത്ത് പെയിന്റ് അടിച്ച് തീർത്താണ് കേട്ടോ. ഇവിടെ ടി വി ഉണ്ട്. ഇവിടെ ടിവിയുടെ കാര്യങ്ങൾ. ഇവിടെ ഒരു റൂമാണിട്ടുള്ളത്, ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബെഡ്റൂമൊക്കെ കുറച്ച് കൊളാണ്, അത്യാവശ്യം പഴക്കമുള്ള വീട്. അതിനൊക്കെ കൊളാണ് ബെഡ്റൂമൊക്കെ. ചുമരൊക്കെ അത്യാവശ്യം ഇതാണ്. അപ്പോൾ നമ്മൾ കാണിക്കുന്നില്ല ബെഡ്റൂം. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇത് ബാത്റൂമാണ് കേട്ടോ. ഇവിടെ ബെഡ്റൂം, അവിടെയും ബെഡ്റൂം, പിന്നെ അത് ബാത്റൂം. താഴത്ത് മൊത്തം 2 ബെഡ്റൂമാണ് ഉള്ളത്. പിന്നെ ഡൈനിങ് ടേബിള് അത് വന്നപ്പോൾ വെച്ചതാണ് കേട്ടോ. അത്യാവശ്യം പൊടി തുറക്കുന്നുണ്ട്. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് ഡൈനിങ്. അതാണ് കുറച്ചുകൂടി ഭംഗിയിലിരിക്കുന്നത്. ഒരു വലിയൊരു ഡൈനിങ് ടേബിൾ. ശരിക്കും പറഞ്ഞാൽ ഇത്ര വലുത് വേണ്ട, അത്യാവശ്യം മതി. ഇത് അത്യാവശ്യം വലുതായി പോയി. പിന്നെ ഇത് എവിടെ നിന്നോ കിട്ടിയതാണ് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇത് ഫ്രിഡ്ജ് അറിയാലോ. അതിപ്പോൾ നമ്മൾ വേറെ ഫ്രിഡ്ജായിരുന്നു. ഇതിപ്പോൾ വർക്ക് നമ്മളെ കുറച്ച് ഫ്രിഡ്ജിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പുതിയത് ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഫ്രിഡ്ജ്. അപ്പം ഇത് ഇപ്പം അടുത്ത് വാങ്ങിച്ചതാണ്, അതാണ് പുതിയതായി പോലെ ഇരിക്കുന്നത്. നമുക്ക് വേറെ ബ്ലാക്കിൻ്റെ കളർ ഫ്രിഡ്ജായിരുന്നു. അത് അത്യാവശ്യം 10 വർഷം 12 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജായിരുന്നു. ഇതിപ്പോൾ മാറ്റി ഇപ്പം അടുത്ത 12 വർഷം പഴക്കമുള്ള ഫ്രിഡ്ജ് വെക്കാൻ കാരണം പഴയ വീടാക്കാനാണ്. പുതിയ ഫ്രിഡ്ജ് വെക്കാൻ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പക്ഷേ അത്യാവശ്യം നാശമായി, ഫ്രിഡ്ജിലാണൊന്നും പറ്റുന്നില്ല. അപ്പോൾ വേറെ ഫ്രിഡ്ജ് വാങ്ങിച്ചു. അപ്പോൾ ഫ്രിഡ്ജിന് ഇപ്പോൾ പുതിയതായി തന്നെ ലൈറ്റൊക്കെ എത്തുന്നുണ്ട് കേട്ടോ. കണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിന് തൊട്ട് നേരെ ഞാൻ കാണിച്ച ബെഡ്റൂം, അത് തൊട്ട് നേരെയാണ് അടുക്കളയാണ്. അപ്പം നമുക്ക് നോക്കാം. വലിയ ഭംഗിയില്ല, നല്ല പഴക്കമുള്ള വീടാകാനും ഇങ്ങനത്തെ ഒക്കെ ഒരുവിധം. ഇവിടെയും കുറച്ച് പെയിന്റ് അടി നടത്തുന്നുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ കുറച്ച് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ശരിക്കും അതൊക്കെ നല്ല ഇതായിരുന്നു, കറുത്തിരിക്കണ ഇതായിരുന്നു. ഇപ്പൊ പെയിന്റ് അടിച്ചെടുത്ത എന്നാലും കുറച്ചൊക്കെ തീർക്കണ്ട. കണ്ട മൊത്തം കണ്ട് ബ്ലാക്ക് കളർ. മുകളിലാണ് ശരിക്കും പെയിന്റ് അടിക്കാത്തത്. അതിന്റെ കളറൊക്കെ ഉണ്ടായിരുന്നു ശരിക്കും കാണുന്നത്. ഇവിടെ നമ്മൾ അടുപ്പൊക്കെ വെക്കുന്നതാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി ബീഫൊക്കെ ഇടയ്ക്ക് വെക്കും ചെയ്യേണ്ടതാണ് കേട്ടോ. ചൂടുവെള്ളം തിളപ്പിക്കാൻ വെക്കും. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കടല, അങ്ങനെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. മിക്സി, അരിപ്പൊടി, മൈദ കാര്യങ്ങളൊക്കെ വെക്കേണ്ടതാണ്. പിന്നെ പാത്രം. പിന്നെ നമുക്ക് താഴത്ത് അറിയുന്നുണ്ട് കേട്ടോ, അരിയും സാധനങ്ങളൊക്കെ വെക്കേണ്ട. അരി, വെളുത്തുള്ളി, ഉള്ളിയും കാര്യങ്ങളൊക്കെ വെക്കാനുള്ളതാണ് കേട്ടോ. നമുക്കിവിടെ 2 ഭാഗത്തും കുക്ക് ചെയ്യാം. 2 സിലിണ്ടർ ഉണ്ട്. നമുക്ക് ഇപ്പുറത്തും ഞങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് കുക്ക് ചെയ്യും. ഇന്നലെ ഹൽവ ഉണ്ടാക്കിയപ്പോൾ 2 ശർക്കര ചൂടാക്കാനും ചെയ്യാനും ഒക്കെ 2 എണ്ണ യൂസ് ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഒരെണ്ണം യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളും പ്ലേറ്റുകളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീൽ പ്ലേറ്റുകൾ കണ്ട. ഉള്ളിൽ അധികം പെയിന്റ് അടിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ, ഉള്ളിൽ അധികം പെയിന്റ് അടിച്ചിട്ടില്ല. അതാണ്
ചുമര് ശരിക്കും കളറുണ്ട്. ശരിക്കും 100 വർഷത്തെ പറക്കുള്ള വീടാണ്, പുതിയ വീടൊന്നുമല്ല. അത് നോക്കി ആരും തെറ്റിദ്ധരിക്കല്ല കേട്ടോ. ഇതിന്റെ പുറത്ത് ഒരു വർക്ക് ഏരിയ പോലെ ഉണ്ട്, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു ആദ്യം വർക്ക് ഏരിയ എന്ന് പറയല്ലേ, കുറച്ച് സാധനം എടുത്തു വെക്കാം നമ്മള്. അപ്പോൾ ചെറിയ ശബ്ദമൊക്കെ കേൾക്കാൻ സാധ്യത കേട്ടോ. ബാക്കിൽ നിന്ന് കേൾക്കുമ്പോഴും നമ്മൾ ഇതിൻ്റെ വീടിൻ്റെ ബാക്കിലാണ് ഉണ്ട്, ബാക്ക് ഭാഗമാണ് ഉണ്ട് തോറും. എന്നാലും നമ്മൾ ആ പുറത്ത് നേരത്തെ ഞാൻ പറഞ്ഞ അമ്പലത്തിലെ ശബ്ദങ്ങളില്ലേ ഇവിടെ കേൾക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതും ഇവിടെയും കണക്റ്റാണ്, കാരണം മൊത്തം കേൾക്കാം. ഇപ്പം നമ്മൾ വാതിലടച്ചിട്ട് വരെ ഇത്ര സൗണ്ട് കേൾക്കാണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ വീടുകളുണ്ട്, തൊട്ടപ്പുറത്ത് വീടുകളുണ്ട്. ഇത് കടയുടെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇതൊരു കാട് പോലെയാണ്. ഇതിൻ്റെ അപ്പുറത്ത് സ്കൂളാണ് ഉള്ളത് കേട്ടോ. ഇവിടെ വാഴ അത്യാവശ്യത്തിന് ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാഴയുണ്ട്, പിന്നെ കൊപ്പക്കായുണ്ട്. കൊപ്പക്കായൊക്കെ ഉണ്ടാ ആയിട്ടില്ല, ആവാറായി. ഇപ്പോൾ പഴുത്തിട്ടുണ്ടെന്ന് കഴിച്ചു, ഒരാഴ്ചയൊക്കെ ആയിട്ടോ. വാഴ നിറയുണ്ട് കേട്ടോ, വാഴയുടെ നിറയുണ്ട്. പിന്നെ കായക്കൊല ഉണ്ടായി, ഇപ്പം അടുത്ത് കൊടുത്തു. പിന്നെ പ്ലാവിൻ്റെ ഇല നിറയെ ഉണ്ട് കേട്ടോ, പ്ലാവിൻ്റെ ഇല. ഒരു കാട് പണി എനിക്ക് ഒരാഗ്രഹം, ഒരു ദിവസം കുറേ വർഷമായി എൻ്റെ ആഗ്രഹം ഇവിടെ വന്നിട്ട് എൻ്റെ ഉള്ളിൽ കൂടെ എനിക്ക് പോകണമെന്ന്. എനിക്ക് കാടിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെന്ന്. പലരും പറയുന്നുണ്ട് അവിടെ പുലി ആനയൊക്കെ ഉണ്ടെന്ന്. എനിക്ക് വിശ്വാസം ഒന്നാവണില്ല കേട്ടോ. എന്തോ വിഷക്കൂണിൻ്റെ ചെടിയാണ് ഇത് തോന്നുന്നത്. ഇവിടെ കറിവേപ്പില ഉണ്ടായിരുന്നാണ്, പോയി. പിന്നെ അവിടെ എന്തിട്ടാ മുള്ളു ചെടിയോ എന്തൊക്കെ ഉണ്ട്. ഇവിടെ കാലൊക്കെ പാമ്പൊക്കെ വരുന്ന നല്ല ഏരിയ ഉണ്ട്. അന്ന് വെച്ച് മൂർക്കം പാമ്പിനുണ്ട് ഇവിടെ, വലിയ മൂർക്കം പാമ്പ് ശരീരമൊക്കെ വരുന്ന ഏരിയ ഉണ്ട്. ഈ ഭാഗത്തോട് ഇങ്ങനെ വരും, ഒരു തണവടിക്കുമ്പോൾ തണവ് ചൂടൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് കിണറാണ് കേട്ടോ, വീടിൻ്റെ ഭാഗം കിണർ. ഇത് കിണറാണ് കേട്ടോ, പണ്ട് വെച്ച കിണറാണ് കേട്ടോ. ഒരു വൃത്തി പെയിൻ്റ് അടിക്കുമെന്ന് പറഞ്ഞു. ഈ ഭാഗങ്ങളൊക്കെ ആ കിണറിൻ്റെ ഇടഭാഗത്തൊക്കെ അടിച്ചില്ല. പിന്നെ ഇവിടെ ടാപ്പ് ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് പാത്രം കഴുകാനും കാര്യങ്ങളൊക്കെ വെള്ളം ആവശ്യത്തിനെടുക്കാൻ ടാപ്പ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, അടുക്കളയുടെ തൊട്ടപ്പുറത്ത് ഒരു ബെഡ്റൂം കാണിച്ചില്ലേ, അതിൻ്റെ ബെഡ്റൂമിൻ്റെ വിൻഡോ സൈഡാണ് ഇട്ടത്. ഇവിടെ വാതിലടങ്ങി തുറന്നിടാൻ പറ്റില്ല, കാരണം പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂച്ച അതൊക്കെ തീറും, പിന്നെ പാമ്പ് കാര്യമൊക്കെ ഉണ്ട്. 2 വാതിൽ കുറ്റിയിടണം, എന്നാലേ ശരിയാവുള്ളൂ. ഇതിനവിടെ ആ വാതിലിൻ്റെ അവിടെ കടകളൊക്കെ ഉള്ളതുണ്ട്, കടയുടെ ബിൽഡിംഗ് ആണ് കേട്ടത്. അവിടെ ഒരു ഉണ്ട്, മരത്തിൻ്റെയോ സ്റ്റീലിൻ്റെ ഒരു കടയുണ്ട്. പിന്നെ ഇത് കടയുടെ ബിൽഡിങ് തന്നെയാണ് കേട്ടോ, കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വാഴകളൊക്കെ അത്യാവശ്യം ഞങ്ങളിടയ്ക്ക് പൊതിച്ചോറുണ്ടാക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇനി മുകളിലാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഹോളിൻ്റെ മുകളിൽ TV ഒക്കെ വെച്ച് കൊടുത്ത് മുകളിലൊരു ചെറിയ ഒരു ഇതുപോലെ ഗുഹ പോലെ ഒരു ഹോള് പോലെ ഉണ്ട്. അത് ഞങ്ങൾക്ക് കുറച്ച് ചില ഐറ്റംസ് ഇവിടെ അത്യാവശ്യം പുതിയതില്ലേ, ആവശ്യം എടുക്കാം, ഇനി നാശമാകുമ്പോൾ എടുക്കാമെന്നൊക്കെ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് കത്തി നല്ല നല്ല സാധനങ്ങളൊക്കെ വെക്കേണ്ടതാണ് കേട്ടോ. അതിവിടെ നാശമാകുമ്പോൾ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യം ബോക്സും പിന്നെ കുറച്ച് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്, കേക്കിൻ്റെ പൗഡറും കാര്യങ്ങളൊക്കെ. എന്താ കേക്ക് ടേബിളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെ. അങ്ങനെ കുറച്ച് ബാഗുകളും കാര്യങ്ങളൊക്കെ, പഴയ ബുക്കും കാര്യങ്ങളൊക്കെയാണ്, ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ മുകളിലാണ് കാണിക്കാനുള്ളത്, ബാൽക്കണിയുടെ മുകളിൽ. നമുക്കപ്പോൾ നോക്കുക. സ്റ്റെപ്പ് കയറുമ്പോൾ അധികം ഇത് കിടപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കയറുമ്പോൾ താഴത്ത് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, മുകളിലും അതെല്ലാ വീട്ടിലും ഒരു വിധം തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെ കുറച്ച് കയറ്റിയിട്ടാണ് സ്റ്റെപ്പ് പണിതേക്കുന്നത്, ആ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു ജനലുണ്ട്, സാധാ ജനലല്ല, ഇത് തുറക്കാൻ പറ്റാത്ത, ഒരിക്കലും തുറക്കാൻ പറ്റാത്ത ജനലാണ്. ഇത് ഫിക്സാണ്, തുറക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല. എന്താ പറയുക, തുറക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല, ഫിക്സാണ്. ഇങ്ങനെ ആക്കി വെച്ചേക്കണം കേട്ടോ. എന്താ പുറത്തത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട്, നമുക്ക് ഇവിടെ തുറന്നിട്ട് 2 വാതിലുണ്ട് താഴത്തെ പോലെ തന്നെ. അല്ലെങ്കിൽ ഇതിൽ കൂടെ വല്ല പാമ്പോ ഈ ഒരു തുള മതി. ആ താഴത്തുണ്ട്, അടുക്കളയുടെ ഭാഗത്തേക്ക് പറഞ്ഞില്ലേ, അത് കൂടെ വരും. അത് നമുക്ക് തുറന്നു പോവാം. അപ്പോൾ ഞാൻ തുറന്നു വന്നു. ഇവിടെ കുറച്ച് ഉരുളിയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്, പഴയ ചെരുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഡ്രം ഇരിക്കുന്നുണ്ട്, അത് മീൻ കുളത്തിൻ്റെയാണ്, ഫിഷ് ടാങ്കിൻ്റെയാണ് കേട്ടോ. ഇവിടെ കുറച്ച് മറ്റേ നമ്മൾ പാടത്ത് പോയപ്പോൾ കുറച്ച് പായലും പൂപ്പലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പായലും ഇത് ചെടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മീൻ ടാങ്കിൽ ഇട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നെറ്റ് വെച്ച് മൂടി വെച്ചേക്കണം കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട് നമ്മള്,
നമ്മൾ മഴ സമയത്ത് ഒരു മാസമൊക്കെ കിട്ടിയിട്ട്, കാരണം ഒരു മാസം മുമ്പൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് നേരെ ഇത് ഷട്ടർ പോലെയാണ് കേട്ടോ, ഷട്ടർ നെറ്റ് പോലെയാണ്. അത് പൊന്തിച്ച് നമുക്ക് ഇവിടെ മൊത്തം കാണാമല്ലോ. നമ്മുടെ നമ്മുടെ ടൗൺ ഭാഗം വരെ കാണാം, നമുക്ക് പുറത്തത്തെ ഭാഗങ്ങളൊക്കെ കാണാം. ഇതാണ് ജംഗ്ഷൻ കേട്ടോ. ജംഗ്ഷനൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാം. ഞാനൊക്കെ ഫുഡൊക്കെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഇവിടെ നിന്നിട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഊഞ്ഞാലാടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് താഴ്ത്തിരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഞാൻ മേളിലേക്ക് വരും ഊഞ്ഞാലാടാൻ. വെക്കേഷനൊക്കെ ഞാൻ വീട്ടിലാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകണം എന്ന് വിചാരിക്കും, പുറത്ത് പോകണമെങ്കിൽ വ്ളോഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ബോറടിക്കുമ്പോൾ ഇങ്ങനെ ഊഞ്ഞാലിരിക്കും. പിന്നെ സ്നാക്സോ ഫുഡോ കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ താഴ്ത്തിരിക്കും, ബാക്കിയൊക്കെ നമ്മൾ മുകളിൽ കഴിക്കും. അപ്പോൾ ഇവിടെ 2 ഡ്രം ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് വെള്ളം എടുക്കാനാണ്. നമുക്ക് താഴത്തെ കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ വെച്ച് ഈ പൈപ്പിൽ വെച്ച് കണക്ട് ചെയ്ത് വെക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങൾ കണ്ടതാണല്ലോ വാഴത്തൈ കണ്ട, വാഴയുടെ പിന്നെ താഴത്തെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ടോപ്പ് നോക്കാൻ കുറച്ച് ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഇവിടെയും കട തന്നെയാണ് കേട്ടോ. ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് തുണിയുടെയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ അത് വീട് ഒരു കൂട്ടായ്മ പോലെ വെച്ചേക്കുന്നുണ്ട്. എല്ലാ കടകളും അവർക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വായ കഴുകാനും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് കേട്ടോ ഇത്. അപ്പോൾ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ അവിടെ കട താഴത്തുണ്ട്. ഇവിടെ കുറച്ച് കടകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത് തന്നെ. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഈ ബിൽഡിങ്. ഇത് നമ്മുടെ ടാങ്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം ആവശ്യമുള്ളപ്പോൾ നമ്മൾ മോട്ടർ അടിക്കുമ്പോൾ ഇതിലേക്കാണ് കേട്ടോ വരുന്നത്. ഇതൊന്നും നമുക്ക് താഴത്തേക്ക് നേരെ പോവും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ടാങ്കാണ് കേട്ടോ. ഇത് കൃത്യം 750 ലിറ്ററാണുള്ളത്. അത്യാവശ്യം കൊള്ളും. അപ്പോൾ ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതിന് മേളിൽ ഇതുണ്ട് കുറച്ച് തട്ട്. അത് നമ്മൾ പുൽക്കൂടും കുറച്ച് നമ്മൾ മോട്ടറിൻ്റെ പൈപ്പ് ഹോസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് നിൽക്കാം. അവിടെ ചെടികളൊക്കെ വെച്ച് തന്നെ. ഇവിടെ വെയിൽ ഇങ്ങനെ കരിഞ്ഞു, അപ്പം മാറ്റി. ഇവിടെ നമ്മൾ അറിയാലോ ഓൾറെഡി ജംഗ്ഷൻ ഏരിയ ആണ് നമ്മൾ കാണിച്ചില്ലേ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ആണ് കേട്ടത്. ഒക്കെ കാണാം, ഫുള്ളായിട്ട് കാണാം. ഇവിടെ കടയാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ പുറത്തത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഒരു ബൾബ് ഉണ്ട്, കാരണം നമുക്ക് രാത്രിയൊക്കെ വരുമ്പോൾ ഇവിടെ വെക്കുമ്പോൾ വെളിച്ചത്തേക്കില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട് കുറച്ച്, അതാണ് കുറച്ച് വ്യത്യാസമൊക്കെ ഉള്ളത്. വൃത്തികെട്ട രീതിയിൽ കാരണം മാറാലൊക്കെ പിടിച്ചത് നമുക്ക് അറിയാലോ പഴയ വീട് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തിരിച്ച് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുവിധം കാണിച്ചു. ഇപ്പോൾ 2 ബെഡ്റൂം ഉൾപ്പെടെ ഒക്കെ കാണിച്ചു. 2 ബെഡ്റൂമിൽ ഞാൻ റീസൺ പറഞ്ഞില്ലേ, ഇത്തിരി പഴക്കമുള്ള കാര്യമാണ് ഞാൻ കാണിക്കുന്നത്. ബാക്കി ഒരുവിധമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു. അപ്പോൾ ഒരുവിധം ഇങ്ങനെയുള്ളൂ. അപ്പോൾ പഴയ വീടല്ലേ, 100 വർഷം പഴക്കമുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഒരുവിധം പഴയ വീട്. നല്ല നമ്മൾ ചുമരൊക്കെ കുറച്ച് പെയിന്റ് അടിച്ചു ഒന്നും കാണിച്ചു തന്ന വീഡിയോയിൽ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഹോം ടൂറ്. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഇതൊരു വീഡിയോക്ക് ചെറിയൊരു കണ്ടന്റ് തോന്നുന്നു. കാരണം നമുക്കിവിടെ പറഞ്ഞ ശബ്ദം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നമ്മൾ ഡിസ്റ്റർബൻസ് ഉള്ള കാരണം ഇന്ന് വീഡിയോ ഇടണം. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ വീഡിയോ ഇടാന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ അമർത്തുക. എന്നാലും നമ്മുടെ വീഡിയോയുടെ എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻസ് ലഭിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ 100 വർഷത്തെ പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഈ വീട് ഇങ്ങനത്തെ രീതിയിലൊക്കെ നോക്കണം. അങ്ങനെ 100 വർഷം പഴക്കമുള്ള വീടാണല്ലോ. അപ്പം അങ്ങനെ കുഴപ്പമില്ല. ഒരുവിധം ഞാൻ കാണിച്ചു, പഴക്കമുള്ള വീടാണ് കേട്ടോ. അപ്പം സാഹചര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിൽ എല്ലാവർക്കും ബൈ.